ഞങ്ങള് കണ്ട്. എന്ത് കണ്ടുന്ന്? നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്. ഒന്ന് പോടാ. എന്തിനാടാ അവളിപ്പോ വന്നത്? കരഞ്ഞോണ്ട് പോണാണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞാനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പോലും. പാവോടാ, നിനക്കങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ? ആ കൊച്ചു കരഞ്ഞോണ്ടാ പോയത്. അത്രയ്ക്ക് പാവം തോന്നുന്നെങ്കിൽ നീയും കെട്ടടാ. ഇതുപോലൊരു പെങ്കൊച്ചെ നമ്മളെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ കെട്ടിയേനെ. നമ്മൾ കാരണം ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് ദൈവത്തിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കണ്ടുമുട്ടും? ഹൈറായ വിളിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ പറ. നിങ്ങളിതെപ്പോ വന്ന്? ഒരുപാട് നേരമായി. ഞങ്ങൾ വന്നപ്പോ ഇത് നല്ല ഉറക്കമായിരുന്നു. പോയ കാര്യം എന്തായി? അത് പറഞ്ഞിട്ടല്ല. ഇത് എന്താ പറ്റിയ? കരയാതെ കാര്യം പറ. താഴെ ഉമ്മ ഉണ്ട്, കേട്ടാ തീർന്ന്. ദൈവത്തിന് ഇഷ്ടമല്ല. കരയാതെ നാളെ ഞാൻ ദൈവത്തിനോട് സംസാരിക്കാം. ഇപ്പൊ കഴിക്കാവാ. ഇനിയും താമസിച്ചാൽ ചിലപ്പോ ഉമ്മാക്ക് ഡൗട്ട് അടിക്കും. വാ. റെഡിയായില്ലേ? വരുന്നില്ലേ? ഞാനൊന്നുമില്ല, നീ പൊക്കോ. ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ശരിയാവും. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, താഴെ പോയിരി. എന്തിയേ നിങ്ങളുടെ പൊന്നാര കൂട്ടുകാരൻ ദേവ? ആ സ്റ്റാൻഡിലുണ്ട്, ഇപ്പൊ വരും. എന്റെ ഇത്താന്നില്ലേ കൂടെ? ഓ, വന്നിട്ടെന്തിനാ നാണം കെടുത്തിട്ട് തിരിച്ചയക്കാനോ? ഭൂപി, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാ അവന് ഒരു പെണ്ണിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലടാ. കൂട്ടുകാരനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഈ പെണ്ണ് എപ്പോഴും ഉണ്ടല്ലേ ദൈവേട്ടന്റെ കൂടെ. ഇങ്ങേരിന് ഇവക്ക് വേണ്ടിയാണ് എന്റെ ഇത്തായി വേണ്ടെന്ന് വെച്ചത്. ദൈവേട്ടന്റെ ആരാ അവള്? അങ്ങനെ ചോദിച്ചാ അവന്റെ മുറപ്പെണ്ണായിട്ട് വരും. മുറപ്പെണ്ണോ? ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവൻ ഹൈറായ വേണ്ടെന്ന് വെച്ചത്. ആ പുറകിലൊക്കെ ഇരിക്കുന്നുണ്ടോ, അവനെ കാണാൻ വേണ്ടിയിട്ടാ ഇവൾ എപ്പോഴും ഞങ്ങളുടെ ബസ് യാത്ര ചെയ്യുന്നത്. ഇത് ദേവേട്ടന് അറിയാവോ? പിന്നെ അച്ചുവിനെ കാണാനാണ് അവള് വരുന്നതെന്ന് ദേവയ്ക്ക് നല്ലതുപോലെ അറിയാം. അച്ചു മൈൻഡ് ചെയ്യത്തില്ല. ദേവ ഇത് കണ്ടെന്ന് ഭാവിക്കത്തുമില്ല. നിങ്ങൾ ആണുങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ? എന്താടി ക്ലാസ്സില്ലേ? ക്ലാസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇന്നലെ എന്റെ ഇത്താഴത്ത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളെ നാണം കെടുത്തിയില്ലേ മനുഷ്യ? ഞാൻ ആരെയും നാണം കിടത്തിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയതുമില്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെന്ന്? അങ്ങനെ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയും കൂടെ അറിയണം. നീ ഇങ്ങനെ കിടന്ന് ചാടാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടാവാത്തോണ്ടാ വീട്ടിലൊരാള് കരഞ്ഞു കരഞ്ഞിരിപ്പുണ്ട്. ഉമ്മാക്ക് ഒരു കാര്യം പോലും അറിയത്തില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മാത്രം തുന്നിറങ്ങിയവളാ എന്റെ ഇത്ത. അതിന്റെ മനസ്സ് കാണാതെ പോകരുത്. അപ്പൊ വീട്ടിലറിയാതെയാണ് ഈ ചുറ്റിക്കളി മൊത്തം. അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഏട്ടന് എന്റെ ഇത്തായെ കെട്ടാൻ പറ്റൂല്ലോ? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, പറ്റത്തില്ല മോളെ. എന്തുകൊണ്ട്? എനിക്ക് ഇപ്പൊ അറിയണം. താനെന്താണല്ലേ? ഡീഡി പറഞ്ഞത് എങ്ങോട്ടാ കയറി പോണ? എന്റെ ഇത്ത ഒരു പാവോ. അത് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. ഭൂപി, ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇപ്പൊ വീട്ടിൽ പോ. ഞാൻ പോത്തില്ല. ഏട്ടൻ ഇതിനൊരു മറുപടി തരാതെ ഞാൻ വീട്ടിൽ പോത്തില്ല. ഞാൻ രാത്രി വരെ ഇവിടെ നിൽക്കും. എന്റെ വാക്കിന് വില നൽകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണം. ഇപ്പൊ നീ വീട്ടിൽ പോ. ഞാൻ പൊക്കോളാം. ഏട്ടൻ സമ്മതിക്കേ. ഭൂപി, ഫൈസലിക്ക. എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? എന്ത്? എനിക്ക് ഇന്ന് ക്ലാസ്സില്ല. ഞാൻ വീട്ടിൽ പോ നിൽക്കുക. എന്നാ വാ കേറ്, ഞാനും അങ്ങോട്ടാ. വേണ്ട ഫൈസലിക്ക, ഇക്ക പോ. ഞാൻ ബസ്സിൽ പൊക്കോളാം. ബസ്സിൽ പോകുന്നതിന്റെ നാണക്കേട് ഞങ്ങൾക്കാ. അയ്യോ, ആ കാര്യത്തില് ഇക്ക നാണം വേണ്ട ഒരാവശ്യമില്ല. ഇക്ക വരുന്നതിന് മുമ്പും ഞാൻ ഈ ബസ്സിൽ തന്നെ പൊക്കോണ്ടിരുന്നത് കേട്ടെ. പിന്നെ മൂത്തുമ്മയുടെ മോൻ
പഠിപ്പിച്ച് ഒരുപാട് അഡ്വാൻറ്റേജ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ഞാൻ. അറിയാം, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ അല്ല നീ. കൂട്ട് മൊത്തം ഇവന്മാരുടെ കൂടെ അല്ലേ? Tell me why you left me bleeding. തന്നെ മനസ്സിലൊക്കെ കഥ ദണ്ണമൊന്നുമില്ലല്ലോ. വീട്ടിൽ പോകാൻ നോക്ക്. പോ, ഒരുപാട് അങ്ങോട്ടാക്കാൻ നിൽക്കല്ലേ. കുറച്ച് കരുത്തൊക്കെ കൂടിയിട്ടുണ്ട്. ധൈര്യം പകരാൻ മൂന്നെണ്ണം നിൽക്കുമല്ലേ ഇങ്ങനെ. ഇതാ നാറി മിണ്ടാ നിൽക്കുമ്പോഴത്തേക്ക് ചെട്ടത്തരം പറഞ്ഞാലോ പാട്ടി. അച്ചു നീ അടങ്ങ്, അവൻ പറയാനുള്ള പറയട്ടെ. നിനക്കുള്ള പണി ഞാൻ തരൂടി, നീ നോക്കിയിരുന്നു. ഓ, പെട്ടെന്നാണേ. ഇവൻ ഗൾഫിലല്ലായിരുന്നാ? എപ്പോ വന്ന്? ഓ, കെട്ടിയെടുത്തിട്ട് 2-3 ദിവസമായി. ഞാൻ പോവാ. ശ്രദ്ധിച്ചു പോണേ. ഇല്ല. ബോബി, ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്തെങ്കിലും എന്നീന്ന് വിളിക്കുന്നുണ്ടോ? ഹൈറാക്ക് എന്താ പറ്റിയേ? ഇന്നലെ മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുക. മക്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉമ്മ അടുത്ത് പറ. ഇതാൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഒന്നും ഉമ്മ അടുത്തുനിന്ന് വിളിക്കുന്നുമില്ല. ഉമ്മ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങൾ മാത്രം. ലീല 100 രൂപ കൊടുത്തു. അതിന് 10 ആപ്പിള് കിട്ടി. 2 ആപ്പിള് ജോർജിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ 1 ആപ്പിളിന്റെ വില എത്ര? ഈ പെണ്ണിന് വാങ്ങാണ്ടിരുന്നാ പോരെ. എന്ത് പാടായി മാത്സ് ഹോംവർക്ക്. എനിക്ക് വയ്യ ചെയ്യാൻ. നാളെ അവളുടെ നോക്കി എഴുതാം. ഇതെന്താ താഴെ കിടക്കുന്ന? ഇത്താ എന്താ എന്തിനാ എങ്ങനെയായിരുന്നു വിളിച്ച? എന്റെ റബ്ബേ, എണീക്കുന്നില്ലാന്നോ? ഹൈറ മോളെ, മോളെ കണ്ണു തുറക്കും. ഉമ്മായ ഷീ ഈസ് ഫൈൻ നൗ. സ്ലീപ്പിംഗ് പീൽസ് ഓവർഡോസ് ആയതിന്റെ മയക്കമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഏയ്, വേറെ കുഴപ്പമൊന്നുമില്ല. സീനബിയോട് ഞാനൊരു കാര്യം പറയാം. ഹൈറാക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആളുടെ റിപ്ലൈ നോ ആയിരുന്നു. അതുകൊണ്ടാണ് ഹൈറ ഈ തീരുമാനം എടുത്തത്. ഇതിനെപ്പറ്റി ചോദിക്കേണ്ടെന്നല്ല, ചോദിക്കണം. ഇപ്പോഴത്തെ കുട്ടികളാ, കുറച്ച് മയത്തിലാവാം. പറ്റുമെങ്കിൽ ആളോട് ഹൈറയെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറയണം. അവൾക്ക് ഈ ഒരു അവസ്ഥയിൽ അതൊരാശ്വാസമായിരിക്കും. ബോബി, നിനക്കറിയാവോ ആരാ അത്? അത് ഒരു ദിവസം നമ്മുടെ വീട്ടിലെ പായസം കൊണ്ടൊരു മുത്തശ്ശി വന്നില്ലായിരുന്നു. ആ മുത്തശ്ശിയുടെ ചെറുമോൻ. ഏത്? രാഗണി അമ്മയുടെ കൊച്ചുമോനോ? വിളിച്ചാ വരത്തില്ല ഉമ്മ. ഞങ്ങളെ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കും. എന്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കാര്യം പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തോണം. ഹലോ ദേവേട്ടാ, ഞാൻ ഭൂമിയാ. ഒന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാവോ? ഇത്തവിടെ അഡ്മിറ്റാ. ഏട്ടനെ ഒന്ന് കാണണോന്ന്. നീ എന്നെ വെച്ചിട്ട് പോയേ. ഞാൻ ഇവിടെ ഭയങ്കര തിരക്കില്ല. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. വരത്തില്ലാന്ന് പറഞ്ഞ്. സാരമില്ല, പോട്ടെ. എന്തായാലും നമുക്ക് നാളെ വൈകിട്ടേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടെസ് ആൻറ്റി എടുത്ത് പറഞ്ഞാൽ മതി. ആൻറ്റിയുടെ ക്യാബിന് അപ്പുറത്തുണ്ട്. ഇത്തായി നോക്കുവാണെ ഉമ്മ പോയിട്ട് പെട്ടെന്ന് വരാവേ. ഇത്താ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഉമ്മായ ഉമ്മ വീട്ടിൽ പോയിരിക്കുക. ഇപ്പൊ വരും. നമുക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട്. നാളെ ഡിസ്ചാർജ് ആവത്തോളെന്ന് പറഞ്ഞു. ദേവേട്ടന്റെ കാര്യം ഉമ്മ അറിഞ്ഞല്ലേ? ആ, ഉമ്മ അറിഞ്ഞ്. ടെസാൻറ്റി ഉമ്മ അടുത്ത് പറഞ്ഞ്. അതറിഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ ദേവേട്ടനെ വിളിക്കുവാന്ന് പറഞ്ഞപ്പോ ഉമ്മ ഷൗട്ട് ചെയ്തൊന്നുമില്ല, വിളിക്കാൻ പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും ദേവേട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. എടാ ദേവാ, നീ അറിഞ്ഞാ നമ്മുടെ ഹൈറ എന്തൊക്കെയോ ഗുളികയൊക്കെ വാരി കഴിച്ചിട്ട് ഹോസ്പിറ്റലിലാണെന്ന് ബോബി എന്നെ വിളിച്ച് പറഞ്ഞത്. രാഗിണി അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? പിന്നെ അറിയാണ്ടിരിക്കോ? എനിക്ക് മോനെ ഒന്ന് കാണണമായിരുന്നു. ഒന്ന് വിളിക്കാൻ പറ്റുമോ? അവനിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാട്ടോ. മോള് കേറിയിരിക്കേ. ഏയ്, അത് കുഴപ്പമില്ലമ്മ, ഞാനിവിടെ നിന്നോളാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ദേവാ, ആരോ വന്നെന്ന് തോന്നടാ, ഞാൻ അങ്ങോട്ട് വിളിക്കേ. സൈനബ ആൻറ്റിയോ?
കാര്യങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ ദേവയ്ക്കറിയാം. ഇന്ന് ഈ നിമിഷം ഹൈറ ഹോസ്പിറ്റലിലാവുന്നത് വരെ എന്നോടൊരു കാര്യം പോലും അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും പരസ്പരം കാണുക, പ്രണയിക്കുക, ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ മോള് നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഈ നിമിഷം മനസ്സിലായത്. ഞാൻ ഒരിക്കലും ദേവിയെ നിർബന്ധിപ്പിക്കുകയല്ല എൻ്റെ മോക്ക് വേണ്ടിയിട്ട്. ഒരു ദിവസം അവൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ആ ഒരു ചെറിയൊരാഗ്രഹം പോലും ഉമ്മ എനിക്ക് നേടിത്തന്നില്ല എന്ന്. അത് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവം ഒന്നും പറഞ്ഞില്ല. ഈ കാര്യത്തിൽ ഞാൻ എന്താ പറയാൻ ആന്റി? ഞാൻ അവരെ കാണുമ്പോഴെല്ലാം ഞാൻ പറയും, എനിക്കിത് താല്പര്യമില്ല, എന്നെ ഇനി കാണാൻ വരരുത്, എന്റെ പുറകെ നടക്കരുത്, പഠിക്കാനുള്ള പ്രായമാണ്, നല്ലതുപോലെ പഠിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? പിന്നെ ഹൈറയുടെ കാര്യം, അവള് നല്ല പെൺകുട്ടിയാ, പക്ഷെ എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ആന്റി ചോദിക്കരുത്, എനിക്കത് അറിയത്തില്ല. ദൈവ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും, പക്ഷേ എൻ്റെ മക്കള് അവർക്കിത് മനസ്സിലാവത്തില്ല. ദേവയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ അവസാനമായിട്ട് ഒരു വട്ടം അവൾക്ക് നിന്നെ ഒന്ന് കാണണം. സോറി ആന്റി, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വരില്ല. പ്ലീസ് ദേവ, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ട പോലെ എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞത് ദേവിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ കഴിക്കുമോളെ? എനിക്ക് മതിയമ്മ, വേണ്ട, ഛർദിൽ വരുന്നു. ബോബി, നിനക്ക് 2 മുട്ടായി ഞാൻ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്, എടുത്തോ. അയ്യ, മുട്ടായിയോ? എനിക്ക് വേണം. ഇത് ആരോ വാതിലിൽ കൊട്ടുന്നു. അതിന് നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിലപ്പോൾ അത് നേഴ്സായിരിക്കും. ആ വാ അടച്ചേ. മോൻ വിളിച്ചപ്പോ നിങ്ങളെ വരുത്തില്ലാന്നല്ലേ മനുഷ്യ എന്നോട് പറഞ്ഞത്? ഹൈറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു വന്നു, അതിപ്പോ കുറ്റമായ? അതെ, പുറകെ ഞങ്ങളും ഉണ്ട്, ഞങ്ങളെയും കൂടി ഒന്ന് മൈൻഡ് ചെയ്യ്. നിങ്ങൾ ഇരിക്കും മക്കളെ, ഞാൻ ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങിച്ചിട്ട് വരാം. വേണ്ട ആന്റി. ഒരുപാട് നന്ദിയുണ്ട് മോനെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയരുത്. ഇല്ല ആന്റി, പറയില്ല. അവിടെ എന്തോ അടക്കം പറിച്ചില്ലേ, ഇനി വന്നിരിക്കതേ കേട്ടാ. ഹൈറ, നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തം ഉണ്ടോടി? അല്ല, ഈ ആവശ്യമില്ലാത്ത ഗുളിക എല്ലാം കൂടെ വാരി കഴിച്ചിട്ടേ വേറെ എന്തെങ്കിലും സംഭവിച്ചു പോരുന്നെങ്കിലോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദേവേട്ടന്റെ കൂടെ ഞാൻ ജീവിക്കുക എന്നുള്ളത്. അത് നടക്കാതെ ഒരിക്കലും എന്റെ റബ്ബ് എന്നെ അങ്ങോട്ട് വിളിക്കില്ല.